ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കുന്നത് ചില്ലി ചിക്കനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റും. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ചതച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയാ സോസിനകത്ത് ഉപ്പുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരല്പമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് കൂട്ടി ചെയ്തെടുക്കാൻ വേണ്ടി. മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇതൊരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചിക്കൻ വറുത്തെടുക്കാം. അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കണം. അതിന് ശേഷം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ചിക്കൻ ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വശം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചില്ലി ചിക്കൻ തയ്യാറാക്കാം. അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ വെള്ള ഭാഗം ചെറുതായിട്ട് അരിഞ്ഞതാണ്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞതാണ്. ഞാനൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. അതിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാം. അധികം വെന്ത് പോകരുത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം യെല്ലോ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഒരെണ്ണത്തിൻ്റെ പകുതി. അടുത്തായിട്ട് ഒരു ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്ത് അരിഞ്ഞെടുത്താണ്. ഇനി അടുത്തായിട്ട് റെഡ് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും അതുപോലെ തന്നെ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഒരുപാട് വെന്ത് പോകരുത്. നല്ല കളർ തോന്നിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ 3 തരം ക്യാപ്സിക്കം ചേർത്തത്. നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കം മാത്രം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചില്ലി സോസ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താണ് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്താൽ മതി. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. ക്യാപ്സിക്കത്തിൻ്റെ കളർ കൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഇത് കാണാനും കഴിക്കാൻ അതിലും ടേസ്റ്റാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.